ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. സുധിയുടെ കടയിൽ ഒരു ആഡിന്റെ ഷൂട്ട് നടക്കുവാണ്. അതിന് അഭിലാഷ് സാർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് സുധിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിക്കണം എന്നുള്ള കാര്യം. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവര് രണ്ടുപേരും സച്ചിയും അതുപോലെ തന്നെ രേവതിയും അവരവരുടെ ജോലിയെല്ലാം കളഞ്ഞിട്ടാണല്ലോ ഇതിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോ എത്ര പേയ്മെന്റ് തരും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് സച്ചിയേട്ടൻ ചോദിച്ചത് ശരി തന്നെയാണ്. അഭിനയിക്കുന്നവർക്ക് പേയ്മെന്റ് വേണമല്ലോ എന്ന് വർഷയും പറയുന്നുണ്ട്. വർഷേ, നമ്മളെന്താ മറ്റൊരാളുടെ കടയ്ക്ക് വേണ്ടിയിട്ടാണോ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ സ്വന്തം കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്താ നീ പറഞ്ഞത്? നമ്മുടെ കടയോ? അത് നിന്റെ മാത്രം കടയാണടാ, എന്നെ കൊണ്ട് ജോലിയൊന്നും കളഞ്ഞിട്ട് വരാൻ വേണ്ടി പറ്റില്ലടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് ഇരുതടന്ന് പോവുകയാണേ. ഉടനെ തന്നെ സുധി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ അഭിലാഷ് സാറിന്റെ അടുത്ത് പറഞ്ഞതാണ് സച്ചിക്ക് ജോലി ഉണ്ടാകും, കാർ ഓടിക്കണം, അതുകൊണ്ട് വരില്ല എന്ന്. എന്നാ അവരാണ് സച്ചി എന്തായാലും വരണം എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണടാ? ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് അഭിലാഷ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ. ഓ, അദ്ദേഹം പറഞ്ഞോ? അല്ലെങ്കിലും അയാൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടുപേരും അന്നേ കമ്പനി ആയതാണല്ലോ. സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ സുധിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞോളാന്ന് പറയണേ. അത് വേണ്ട, അത്രയും വലിയൊരു മനുഷ്യൻ ഞാൻ വരണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. അയാളാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ പാട്ടിന്റെ ഫാനാണ്, അതുകൊണ്ട് ഞാൻ അഭിനയിക്കാം. രേവതി നമുക്ക് അഭിനയിക്കാന്ന് പറയാണേ. പക്ഷെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ അഭിനയം എന്നുള്ള കാര്യം കേട്ടതുകൊണ്ട് തന്നെ വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. സച്ചിയേട്ട ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. രേവതി വരുന്നില്ല എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ എന്തോ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണ് അഭിനയിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. രേവതി വരുന്നില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടി പറയാണ് സച്ചി. ഇത് സച്ചിയുടെ ഐഡിയ ആണെന്നും രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെ. പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്? രേവതിയാണെന്നുണ്ടെങ്കിൽ മടിച്ചിട്ട് കുറച്ചു നേരം ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ശരി ഞാനും വരാ ഇന്ന്. അങ്ങനെ പറ രേവതി. അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നമ്മളും ഇതിനകത്ത് അഭിനയിക്കണം എന്നുള്ള കാര്യം അവര് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പോകണം രേവതി. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല സച്ചി, നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പടി മുകളിലേക്ക് വരുവാണ്. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കണ്ടേ? ഞാൻ അഭിനയിക്കാൻ വരാന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ രേവതി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വേറൊരാളെ നോക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അവള് വരാന്ന് പറഞ്ഞു. ഓ, അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ എന്തിനാണ്? പക്ഷെ കാശ് അവനൊന്നും തരില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. രേവതി, നിനക്ക് ഓർമ്മയില്ലേ, ഒരു ദിവസം ഞാൻ ഒരു സീരിയലിൽ അഭിനയിച്ച സമയത്ത് അതും 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് 600 രൂപ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവനൊന്നും തരില്ല എന്നാ പറയുന്നത്. എടാ, അതൊക്കെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രതിഫലം കിട്ടണ്ടേ? അതിന് അഭിലാഷ് സാറ് പേയ്മെന്റിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സുധി, നീ ഒരു കാര്യം ചെയ്യേ, നീ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചതാ, ഞാൻ അതിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കാന്ന് പറയാണേ. അങ്ങനെ സച്ചിയെങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ സുധി ആകെ പെട്ടുപോകുമല്ലോ. കാരണം ഓൾറെഡി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയാണ് സുധി ചെയ്തത്. അതൊന്നും വേണ്ട, അവർക്ക് എന്നോട് കുറച്ച് റെസ്പെക്ട് ഒക്കെ ഉണ്ട്. നീ വെറുതെ ഓരോന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് പോകും. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുവാണേ. സച്ചി, അത് വിട്ടേക്കെടാ. എന്തായാലും അവനൊരു നല്ല കാര്യം നടക്കുക എന്നുള്ള കാര്യം കേട്ടാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അഭിനയിക്കുക എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോഴാണ് ചെറിയൊരു കഷ്ടം പോലെ തോന്നുന്നത്. അത് ശരി തന്നെയാണ് സുധി. എനിക്കും അഭിനയം എന്നുള്ള കാര്യം കേൾക്കുമ്പോ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം മുൻ പരിചയമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ അമ്മേ, അതൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോ അമ്മയ്ക്ക് സന്തോഷമായിട്ടുള്ള ഒരു സീനാണ് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ എടുത്തിയ മനസ്സിൽ വിചാരിച്ചാൽ മതി. ദേഷ്യം വരുന്നത് പോലത്തെ സീനാണെന്നുണ്ടെങ്കിൽ പൂക്കാരിയെ വിചാരിച്ചാൽ മതി, അഭിനയം താനെ വരും. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് സുധിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ താനേ വന്നോളൂ. ഇപ്പൊ മുതല് അച്ഛനും അമ്മയാണ് നമ്മുടെ കടയുടെ ഓണർ. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേൽക്കുവാണേ. എന്താടാ നീ പറഞ്ഞത്, ഞാനാണ് ഓണർന്നോ? അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് ഓണർ. അതൊക്കെ ശരിയാടാ, നമ്മുടെ കഥാപാത്രം എന്താന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. നാളെ ബോംബെന്ന് ഒരു ടീം വരുന്നുണ്ട്, അവരതിനെ കുറിച്ചിട്ട് പറയും. നാളെ ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും റെഡി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് പോകുന്നുണ്ട്. സച്ചിൻ രേവതിയും പോവാണ്. അതുപോലെ ശ്രീകാന്ത് വർഷയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ വർഷ ശ്രീകാന്തിനോട് പറഞ്ഞിങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അച്ഛനോടൊന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും അമ്മയെ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ സുധി. എന്നിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് 10,000 രൂപ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അമ്മ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലമാണ്. അഭിലാഷ് സാറ് പ്രതിഫലം ഒന്നും തന്നില്ല, പക്ഷെ എനിക്ക് അമ്മയ്ക്ക് തരണം തോന്നി, അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം പൈസ എടുത്തു തരാന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്.
അഭിനയിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപയും കൂടി കിട്ടിയപ്പോ ചന്ദ്ര ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ട് അഭിനയിക്കാന്നുള്ള ഉറച്ച തീരുമാനം അങ്ങ് എടുക്കുവാണ്. സുധിയുടെ ഷോറൂമാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും അഭിനയിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ക്രൂ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക്. എന്നതിന് ശേഷം ഓരോരുത്തർക്കും എന്താണ് റോൾ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുവാണ്. ചന്ദ്രയും അതുപോലെ തന്നെ രവിയുമാണ് ആ കടയുടെ ഓണർ. സച്ചിയും രേവതിയും ഓ ക്ലാസ്സിലുള്ള ആൾക്കാരും, അതുപോലെ തന്നെ ശ്രീകാന്ത് വർഷയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈ ക്ലാസ്, പിന്നെ സുധിയും ശ്രുതിയും അപ്പർ ക്ലാസ്, അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുധിയും ശ്രുതിയും കാറിൽ വരണം, ശ്രീകാന്തും വർഷയും ബൈക്കില്, സച്ചിൻ രേവതി ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഓട്ടോയിലാണ് വന്നിട്ട് ഇറങ്ങേണ്ടത്. ഓരോരോ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും എത്ര പണമാണോ ചെലവാക്കാൻ വേണ്ടി പറ്റുന്നത് ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു ആഡ് ഫിലിമിലൂടെ അവര് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ റോൾ എടുക്കുന്ന സമയത്തും ഓരോരുത്തർ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രൂസ്. ഇങ്ങനെ ആദ്യത്തെ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വരുവാണ്. ആദ്യത്തെ ഷൂട്ട് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓരോരുത്തരും കാറിലും അതുപോലെ ബൈക്കിലൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യുകയും അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം രവിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചോദിക്കുവാണ്. അങ്ങനെ അവർക്ക് ഇത്ര വിലയിലുള്ള TV അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, AC അങ്ങനത്തെ സംഭവങ്ങളാണ് വേണ്ടത്. ഈ കടയിൽ എല്ലാ വിലയിലുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാവർക്കും അവരവരുടെ ബഡ്ജറ്റിനുള്ള സാധനങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ സന്തോഷത്തിലാണ് ബില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ എല്ലാവരും ബില്ലിംഗ് ചെയ്യാൻ വരുന്നത് ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഓരോരുത്തരും മറിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് എന്താ സച്ചി ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയും ഡയറക്ടറെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, രവിയും അതുപോലെ തന്നെ ചന്ദ്രയും ഒക്കെ തെറ്റായിട്ട് അഭിനയിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം വരെയൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം സച്ചി അങ്ങ് പൊട്ടിപ്പോവാണ്. 10 പൈസ പോലും തരാതെ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് മാന്യമായിട്ട് സംസാരിച്ചോട്ടെ എന്നാണ് സച്ചി ചോദിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? 25,000 രൂപ വെച്ചിട്ട് അഭിലാഷ് സാറ് ഓരോരോ ആൾക്കാർക്കും അഭിനയിക്കാൻ വേണ്ടി പണം തന്നിട്ടുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ 10 പൈസ പോലും തന്നില്ല എന്ന് പറയുന്നത്? അങ്ങനെ 25,000 രൂപയ്ക്ക് പൈസ തന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിൽ അഭിനയിക്കും വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവണം കേട്ടോ. സുധിയുടെ അടുത്ത് കൂടുതലൊന്നും അവിടെ വെച്ച് സംസാരിക്കുന്നില്ല. അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരുടെയും മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ സുധി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോ അഭിലാഷ് സാറ് പണം തന്നിട്ടുണ്ട്. ഒരാൾക്ക് എത്രയാടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് അവിടുന്ന് പറയുന്നുണ്ട് 25,000 രൂപ. കാശൊന്നും അദ്ദേഹം തന്നിട്ടില്ല എന്നും, പിന്നെ നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ അഭിനയിക്കുന്നത്, കാശും പണമൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നൊക്കെയല്ലേ നീ വലിയ കഥയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്രോഡെ, നീ നിന്റെ തനി സ്വരൂപം ഇതിനകത്തും കാണിച്ചു അല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. അതേസമയം വർഷയും പറയുന്നുണ്ട് എനിക്കും അപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ആഡിനകത്തൊക്കെ ചുമ്മാ അങ്ങനെ ആരെടുത്തും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയില്ല. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് മുമ്പ് സുധിയേട്ടൻ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ട പണം എടുത്തുകൊണ്ട് ഓടിപ്പോയി. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട പണം കൂടി അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ. ചന്ദ്ര, എപ്പോഴും അവനെ ചീത്ത പറയാന്നുള്ള കാര്യമല്ലേ നീ പറയാറ്? ഇപ്പോ അവൻ എന്ത് പണിയെ ചെയ്തെന്നുള്ള കാര്യം നീയും കണ്ടില്ലേ. ഇങ്ങനെ ചെയ്യുന്ന ഇവനെ ചീത്ത വിളിക്കാതെ പിന്നെ വേറെ എന്താണ് ചെയ്യേണ്ടത്? എനിക്കും അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു പണക്കാരൻ എങ്ങനെയാണ് പണമൊന്നും തരാതെ നമ്മളെ കൊണ്ടൊക്കെ ജോലി എടുപ്പിക്കുന്നത് എന്ന്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി കളഞ്ഞിട്ടല്ലേ ഇതിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറയുന്നത് കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ അമ്പലത്തില് ചെരുപ്പ് മോഷ്ടിച്ചവനെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ. എടാ മറുപടി പറയടാ, എന്തുകൊണ്ടാണ് ഈ പണത്തിന്റെ കാര്യം മുമ്പേ പറയാണ്ടിരുന്നെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അത് ആഡിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പണം തരാന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് പറയാണേ. എടാ നീ എന്തുകൊണ്ടാ പണം തരാത്തെന്നുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. അഭിലാഷ് സാറ് നിനക്ക് പണം തന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തരാന്നുള്ള കാര്യം വിചാരിച്ചു. സുധിയുടെ ആ മറുപടി കേട്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചിക്ക് മാത്രമല്ല എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുന്നുണ്ട്. അച്ഛാ, ഇവൻ ചുമ്മാ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുകയാണ്. ആ ഡയറക്ടർ നമ്മളെ അടുത്ത് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൻ മൊത്തം പണവും കൊണ്ടുപോയിട്ട് തിന്നേനെ. ഈ കുടുംബത്തില് നമുക്ക് എല്ലാവർക്കും വന്നു ചേരേണ്ട പണം മൊത്തത്തില് പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് പിറന്നവനാണ് ഇവൻ. നിന്നെ അങ്ങ് അടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവനെ നേരെ ചെല്ലുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഡാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയുടെ ഡായൊന്നും സച്ചി കേൾക്കില്ലല്ലോ. സച്ചി നീ ഇവിടെ വന്നിരിക്കുന്ന രവി പറയുന്നത് കേൾക്കുമ്പോ സച്ചി അവിടെ പോയിരിക്കുന്നുണ്ടേ. ഞാൻ ചോദിക്കാടാ, അച്ഛൻ ചോദിക്കച്ച, അവൻ അങ്ങനെ വിടാൻ വേണ്ടി പാടില്ല. അങ്ങനെ രവി സുധീരുടെ അടുത്ത് ചോദിക്കാണ് കേട്ടോ. എടാ നീ അഡ്വർടൈസിങ് ആ ഒരു ഫിലിം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പണം തന്ന കാര്യം മാത്രം നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനും സെയിം മറുപടി തന്നെയാണ് കേട്ടോ പറയുന്നത്. അതാ അച്ഛാ, ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും തരാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, സുധിയേട്ടന് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ?
സുധിയേട്ടൻ എന്തുകൊണ്ടാണ് പണം തരാത്തതെന്നുള്ള കാര്യം ആരും ചോദിച്ചിട്ടില്ല. പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് 25,000 രൂപ വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ശ്രീകാന്തെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. സുധി എല്ലാവരും പൊട്ടനാക്കാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും നല്ല കലിപ്പങ്ങ് കേറി വരുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ വേണമെന്ന് വിചാരിച്ചിട്ട് സുധിയേട്ടൻ എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യാണ്. അങ്ങനെ വർഷയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയുന്നത് പോലെ എന്തിനാണ് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വർഷയും ചോദിക്കുവാണേ. അതാണ് വർഷം ഞാനും പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പൊതുവേ നമ്മുടെ സച്ചിക്കാണ് ഹൈ ടെമ്പർ ആവാറ്. പക്ഷെ ഇന്ന് ശ്രീകാന്തിന് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അവിടെയുള്ള സാധനം എടുത്തുകൊണ്ട് സുധിയെ അടിക്കാൻ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടേ ഇരുത്തുന്നുണ്ട്. എടാ ശ്രീകാന്തെ, അവൻ നമ്മളെ വാഴപ്പഴം തിന്നുന്നത് പോലെ ചുമ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവനെ വേറെ രീതിയിൽ ഡീൽ ചെയ്യണം. വേറെ രീതിയിൽ എന്ന് വെച്ചാല് അവനെ കൈകൊണ്ട് ഡീൽ ചെയ്യണം. എടാ ശ്രുതി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ സാരിയുടെ മറവിൽ ഇങ്ങനെ പോയി നിൽക്കുവാണ്. എടാ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നീ മൊത്തം കുടുംബത്തെയാണ് പറ്റിച്ചിരിക്കുന്നത്. എന്നിട്ട് പോരാത്തതിന് നീ വലിയ ഹീറോനാന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് വാടാ, നിന്റെ ഹീറോന്റെ മുഖം ഞാൻ അടിച്ച് ശരിയാക്കി തരാം. ഇല്ലടാ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് വിചാരിച്ചെന്നുള്ള കാര്യം വീണ്ടും പറയുമ്പോഴേക്കും നിന്നെ ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുധി പുറകെ ഓടുവാണ് കേട്ടോ. സച്ചി സുധിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പുറകെ പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ കസേരന്റെ മുകളിൽ കൂടിയൊക്കെ ചാടി ഓടുന്ന സുധിയുടെ കാലങ്ങ് പിടിക്കുവാണ് കേട്ടോ സച്ചി. അതേസമയം ശ്രീകാന്ത് കയ്യും പിടിക്കുന്നുണ്ട്. പിന്നെ സുധിക്ക് അനങ്ങാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയാവാണ്. അങ്ങനെ ശ്രീകാന്തും അതുപോലെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പിടുത്തം വിടുന്നില്ല. ശ്രീകാന്തിന്റെയും സച്ചിന്റെയും പിടുത്തം ഒരു വിധത്തിൽ വർഷയും അതുപോലെ രേവതിയും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട്. ചന്ദ്ര പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വിടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വിധത്തില് രണ്ട് വിഭാഗമായിട്ട് മാറുവാണ് കേട്ടോ ചെയ്യുന്നത്. സുധി അത് കഴിഞ്ഞ ശേഷം അമ്മയുടെ മറവില് മറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാറി നിക്കട വിടരാന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ തട്ടി മാറ്റുവാണ് കേട്ടോ ചന്ദ്ര. അതിനിടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിന്റെ അമ്മയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്നത്? ഇവിടെയുള്ള എല്ലാവരും ആഡിന്റെ ആ ഫിലിം ഷൂട്ടില് അഭിനയിച്ചില്ലേ? ആ പണം കൊടുത്താൽ നിനക്ക് എന്താടാ പ്രശ്നം? ഞങ്ങൾ മാത്രമല്ല അച്ഛാ, നിങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും അഭിനയിച്ചിട്ടുണ്ടല്ലോ. പോരാത്തതിന് ആ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അച്ഛനെ ചീത്ത വിളിക്കുകയും ചെയ്തു. തുടർന്ന് രേവതി ആണെന്നുണ്ടെങ്കിൽ, അല്ല ശ്രുതി, നിന്റെ ഭർത്താവോ പറഞ്ഞില്ല, നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അത്രയും നേരം ആരും ശ്രുതിയുടെ ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ച് സേഫ് സോണിൽ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ രേവതി കൊളുത്തി കൊടുത്തുകൊണ്ട് തന്നെ രവിയും ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് അറിയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശ്രുതിയും മറ്റുള്ളവരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് അതേ മറുപടിയാണ് കേട്ടോ പറയുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പണം കൊടുക്കാന്നാ പറഞ്ഞത്. ശ്രുതിയുടെ മറുപടി കേൾക്കുമ്പോഴേക്ക് സച്ചിക്കങ്ങ് അരിച്ചു കയറുന്നുണ്ട്. ഇത് നോക്ക് പൗഡർ എടുത്തി, അച്ഛൻ എന്താ നിന്റെ അടുത്ത് ചോദിച്ചത്? പണം തന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് മുമ്പേ അറിയായിരുന്നോ ഇല്ലായിരുന്നോ എന്ന്. അതല്ലേ സച്ചി പറഞ്ഞത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം പണം തരാ എന്ന്. ഇത് നോക്ക് ശ്രുതി, എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെയുണ്ട്. നീ എന്തിനാ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പണം വന്ന കാര്യം നിന്റെ അടുത്ത് നിന്റെ ഭർത്താവ് പറഞ്ഞോ ഇല്ലയോ? അതല്ലേ രേവതി പറഞ്ഞത്. അവൻ എന്ത് പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാ എന്ന്. ഇതെന്താ ശ്രീകാന്ത് ഇവരിങ്ങനെ? ശ്രീകാന്തിന്റെ ഏട്ടന് ഡബിംഗ് വോയിസ് കൊടുക്കുന്നത് പോലെ ഉണ്ടല്ലോ. സുധിയേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലോ ശ്രുതി ചേച്ചിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷേ എനിക്ക് തലവേദനിക്കുന്നുണ്ട്. എടാ സുധി, നിന്റെ അടുത്ത് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ പണം തരാത്തത് അത് വേറെ മാറ്ററാണ്, അത് വിട്ടേക്ക്. പക്ഷെ സന്തോഷ് സാറ് പണം തരുന്ന കാര്യത്തെക്കുറിച്ച് നിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടില്ലായിരുന്നോ? അത് നീ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല? ഓ അതാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും ഇതേ മറുപടി തന്നെയാണ് കേട്ടോ പറയുന്നത്. ആ മറുപടി കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനെ പിന്നെയും അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് എന്തൊക്കെയാ സുധിയേട്ടാ ഈ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് കോളറിന് കയറി പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ, അച്ഛാ ഈ പ്രാന്തന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് വയ്യ, ഇവൻ മറ്റുള്ളവരും കൂടി പ്രാന്തനാക്കുന്ന തോന്നുന്നത്. അച്ഛൻ തന്നെ ചോദിക്കുന്നു പറയുമ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്, സുധിയും ശ്രുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുധിയെ കൊണ്ടുപോയിട്ട് തൊന്റെ അടുത്തിരുത്തിയും കണ്ട് ചോദിക്കാണ് കേട്ടോ. രവി, എടാ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം നീ മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് മൂളുന്നുണ്ട്. നിന്റെ കടയ്ക്ക് ആരാണ് ഷൂട്ട് എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്? അതിന് അഭിലാഷ് സാറിന് മറുപടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാടാ പറഞ്ഞത് ചോദിക്കുമ്പോ ഫോണില് വേറെ എന്താടാ പറഞ്ഞത്? നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അഭിനയിക്കണമെന്ന്, അഭിനയിക്കുന്നവർക്കൊക്കെ പണം തരാ എന്നുള്ള കാര്യം കൂടി നിന്റെ അടുത്ത് പറഞ്ഞു. ഓരോരുത്തർക്ക് എത്ര? 25,000. രവി അത്രയും ചോദിച്ചതിന് കറക്റ്റ് ആയിട്ടാണല്ലോ മറുപടി പറഞ്ഞത്. സച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ അച്ഛൻ ബാക്കിയും കൂടി ചോദിക്കുന്ന മട്ടില് നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ടല്ലോ. അച്ഛൻ ചോദിക്കുക എന്നുള്ള രീതിയിൽ പറയുവാണേ. ഓരോരുത്തർക്ക് സുധി 25,000 രൂപ വെച്ച് തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അതെ അച്ഛ പറഞ്ഞു. ഞങ്ങൾ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് ഈ കാര്യം നീ എന്തുകൊണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞില്ല? അതാണോ അച്ഛ? അത് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എടാന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അലറി അങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുധിയും ശ്രുതിയും ചന്ദ്രയും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് പോലെ മാറി നിൽക്കുന്നുണ്ട്. രവി ഒരു വിധത്തില് സച്ചിയും അതുപോലെ ശ്രീകാന്തും വർഷയും രേവതിയും കൂടി പിടിച്ചു നിർത്തുവാണ്. അവൻ എന്റെ അടുത്താണ് അവന്റെ അഭ്യാസം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പിടിച്ചു നിർത്തുവാണ് കേട്ടോ. അച്ഛ ഇത് മൊത്തത്തിൽ ആക്ഷനാണ്, സുധിയേട്ടൻ അഭിനയിക്കുകയാണ്. അച്ഛ നമുക്ക് വിട്ടേക്കാം, ഇവൻ എന്തായാലും മറുപടി പറയില്ല. ഇവൻ മറുപടി പറയോ വേണ്ട, പണം മാത്രം തരാൻ വേണ്ടിട്ട് പറ അച്ഛ. സുധി, അവൻ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവർക്കും പണം അയച്ചു കൊടുക്കടാ. അതാണ് അച്ഛ. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സുധി പറയുന്നത് കേൾക്കുമ്പോഴേക്കും, എടാ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും പറയല്ലടാ,
പണം അയച്ചു കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും സുധി അടിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അമ്മയ്ക്ക് ടെൻഷനായി. മര്യാദയ്ക്ക് സുധി പണം അയച്ചോ അയക്കടാ എന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുവാണ് സുധിയുടെ. എന്നിട്ട് എല്ലാവർക്കും പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വന്നതിന്റെ മെസ്സേജ് വരുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അച്ഛൻ അയച്ചു കൊടുത്തു, അമ്മയ്ക്ക് അയച്ചു കൊടുക്കടാ, ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കടാ എന്ന് സച്ചി പറയുന്നുണ്ട്. അമ്മയ്ക്ക് 25,000 ഒന്നുമില്ല, 15,000 ഉള്ളൂ എന്നുള്ള കാര്യം പറയാണേ. അമ്മയ്ക്ക് ഇന്നലെ രാത്രി ഞാൻ 10,000 രൂപ കൊടുത്തു എന്ന് പറയാണേ. അത് കേട്ടിട്ട് രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. നീ നൈറ്റിൽ തന്നെ കൊടുത്തോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട്, നീ എന്താണ് നിന്റെ അമ്മയ്ക്ക് പണം കൊടുത്ത കാര്യം എന്റെ അടുത്ത് മുമ്പേ പറയേണ്ടിരുന്നെന്ന് സുധീരുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അച്ഛ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും, അയ്യോ നീ മറുപടി ഒന്നും പറയണ്ട എന്നുള്ള കാര്യം സച്ചി ശ്രീകാന്ത് പറയുന്നുണ്ട്. തുടർന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ രവി, നീ എന്തുകൊണ്ടാണ് നിന്റെ മകൻ പണം തന്ന കാര്യം എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത്? ചന്ദ്രയും അതുപോലെ തന്നെ പൊട്ടം കളിക്കുന്ന രീതിയിൽ അതേ കാര്യം തന്നെ പറയണേ. കഴിഞ്ഞതിന് ശേഷം പറയാന്ന് വെച്ച് തുടങ്ങുമ്പോഴേക്കും, നീ ഒരു കുന്തവും പറയേണ്ട ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. രവി, കൂടുതൽ സമയം നമ്മൾ ഇവിടെ നിന്നാലുണ്ടല്ലോ നമുക്ക് തന്ന പണം തിരികെ വാങ്ങും, പോ എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര വയ്ക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാര്യം എന്റെ അടുത്ത് മുമ്പേ പറയേണ്ടിരുന്നതെന്ന്. അമ്മ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നെയാണോ അവിടെ പൊട്ടത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നീ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞത്? നിന്റെ സ്വന്തം കാശിൽ എനിക്ക് 10,000 രൂപ തന്നു അല്ലേ? നീ ഇന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി ഒന്ന് പൊടിച്ചിട്ട് ചന്ദ്ര അവിടെ അങ്ങ് പോവുകയാണേ. ചന്ദ്ര പോയി കഴിഞ്ഞ ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഇതുകൊണ്ടാ പറഞ്ഞത് പണം കൊടുക്കുക എന്നുള്ള കാര്യം. പക്ഷെ നീ കേട്ടിരുന്നോ? ശ്രുതി പണം പോയി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, പണം മാത്രമല്ല മാനം പോയി എന്ന് പറഞ്ഞിട്ട് ശ്രുതി കിട്ടോ ഒന്ന് പൊട്ടിച്ചിട്ട് ശ്രുതി അവിടുന്ന് ഉള്ളിലേക്ക് കയറി പോവാണ്. എന്തിനാ എല്ലാവരും എന്നെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി മോങ്ങിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി അവിടെ. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണം.